പശ്ചിമ ബംഗാൾ ഇളകി മറിയുകയാണ്. SIR എന്ന ആയുധം ഉപയോഗിച്ച് പശ്ചിമ ബംഗാളിലെ ഭരണം പിടിക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സകലമാന ആയുധങ്ങളും അതിൽ ഉപയോഗിക്കുന്നു. മമതാ ബാനർജി നേരിട്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. നിരവധി ഇടങ്ങളിൽ മമതാ ബാനർജി നേരിട്ട് കയറി ഇടപെടും. ഇപ്പോൾ EDയുടെ പരിശോധനയ്ക്കിടയിൽ അവർ പോയി ഫയലൊക്കെ അവർ തിരിച്ചു വാങ്ങി. രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നു എന്ന് അവർ വ്യക്തമായി പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ബംഗാളിൽ നല്ല സ്വീകാര്യതയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ SIR വന്നു. 80 ലക്ഷം വോട്ടർമാരെയാണ് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. 80 ലക്ഷം വോട്ടർമാർ, ഒരുപക്ഷെ 4-5 കോടി അല്ലെങ്കിൽ 6 കോടി വോട്ടർമാരുള്ളതിൽ 80 ലക്ഷം വോട്ടർമാർ ഇല്ലാതായാൽ അത് എന്ത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. അത് ബോധപൂർവം ബീഹാറിലൊക്കെ ചെയ്തതുപോലെ ബോധപൂർവം ചില വിഭാഗങ്ങളെ, മതേതരമായി ചിന്തിക്കുന്ന, ന്യൂനപക്ഷ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളെയാണ് ഒഴിവാക്കിയിട്ടുള്ളത് എന്നാണ് മമതാ ബാനർജി പറയുന്നത്. അതിന് ബീഹാറിലേക്ക് അനുഭവം അതിന് മുൻകൂട്ടിയുണ്ട്. പലർക്കും പല സ്ഥലത്ത് വോട്ടുണ്ടാവുക, പലർക്കും പല സ്ഥലത്തും നമുക്ക് ആവശ്യമുള്ളവർക്ക് വോട്ട് കൂടുതലിടുക, ആവശ്യം നമുക്ക് കിട്ടാത്ത വോട്ടുകൾ തള്ളിക്കളയുക. പ്രത്യേകിച്ചും ബംഗാളിന്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. 1970-കൾ മുതൽ ബംഗാളിലേക്ക്, പ്രത്യേകിച്ചും ബംഗാൾ ഒരു സംസ്ഥാനമായിരുന്നത് വിഭജിച്ചാണ് ബംഗ്ലാദേശ് ഉണ്ടായത്. ബംഗ്ലാദേശിന്റെ വിമോചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് 1970. ആ വന്ന അഭയാർത്ഥികൾ ഇവിടെ തന്നെ ജീവിക്കുന്നുണ്ട്. ആ ജീവിക്കുന്ന ആളുകളെ അവരിവിടുത്തെ മനുഷ്യരായി, അവരിവിടുത്തെ ഭാഗമായി അവർ ചേർന്നു. അവരെ നമുക്ക് അങ്ങനെ പുറത്താക്കാനൊന്നും പറ്റില്ല. കാരണം ബംഗാൾ വിഭജിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കണോ ഇപ്പുറത്ത് നിൽക്കണോ എന്ന് ആർക്കും തീരുമാനം എടുക്കായിരുന്നു. അവിടുത്തെ വലിയ കുഴപ്പങ്ങൾ ഇപ്പോഴും ബംഗ്ലാദേശിൽ വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ആ കുഴപ്പങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ വലിയ തോതിൽ ഇവരെ ഒഴിവാക്കാനാണ് ശ്രമം. അത് ബംഗ്ലാദേശികൾ എന്നൊക്കെ പറഞ്ഞ് മാത്രമല്ല, SIRൽ നമുക്കറിയാം നമ്മുടെ പിതാവിന്റെ ഒക്കെ പേര് കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ആർക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനെ എളുപ്പത്തിൽ? അപ്പൊ അങ്ങനെ കണ്ടെത്താൻ കഴിയില്ല. മാത്രമല്ല, കേരളം പോലൊരു സ്ഥലത്ത് SSLC ബുക്കെങ്കിലും ഉണ്ട്. ഈ പാവങ്ങൾക്ക് SSLC ബുക്കില്ല. ഇവർ തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ സന്തോഷ് കുമാറിന്റെ ഒരു നോവലുണ്ട്. ആ നോവൽ വായിക്കണം. എങ്ങനെയാണ് അഭയാർത്ഥികൾ ഏത് രൂപത്തിലാണ് അന്യവൽക്കരിക്കപ്പെടുന്നത് എന്ന്. അവർക്ക് ജീവിതമേ ഇല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു വലിയ അഭയാർത്ഥികൾ മാത്രമല്ല, അവിടെയുള്ള വലിയ വിഭാഗം പൗരത്വ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് SIR കൊണ്ടുവന്നത് എന്ന് സത്യമാണ്. പൗരത്വ നിയമം ആസാമിൽ നടപ്പാക്കിയപ്പോൾ അവിടുത്തെ ഒരു MLAക്ക് പോലും വോട്ടില്ലാതെ നമ്മൾ കണ്ടു. BJP MLAക്ക് വോട്ടില്ലാതെ. അപ്പോ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിലനിൽക്കുമ്പോൾ തീർച്ചയായും അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുക അത്ര എളുപ്പമല്ല. അതിനുള്ള ഒരു പ്രതിനിധി എന്ന നിലയിൽ അവിടുത്തെ മലയാളിയായ ഗവർണർ ആനന്ദബോസ് രാജിവെച്ചപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും മോശപ്പെട്ട ഗവർണർ എന്ന് പറയാവുന്ന, ഫെഡറൽ തത്വങ്ങൾക്ക് ഒരു വില പോലും കൽപ്പിക്കാത്ത ഗവർണർ എന്ന് പറയാവുന്ന RN രവിയെ ബംഗാളിൽ ഗവർണറായി നിയമിച്ചിരിക്കുക. അതിൻ്റെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഇവിടെയാകെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി തൽക്കാലം മാറ്റിവെച്ച് അവിടെ പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിച്ച് BJPയുടെ ഭരണം പരോക്ഷമായി ഗവർണറുടെ ഭരണത്തിലൂടെ കൊണ്ടുവന്ന് ബംഗാൾ പിടിക്കാനുള്ള വലിയ ശ്രമം അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അത് ഒരുപക്ഷെ തിരിച്ചടിക്കാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ബംഗാളിക്ക് ഒരു വികാരമുണ്ട്. ആ വികാരം BJPക്ക് അനുകൂലമായ ഒരു വികാരമല്ല. മമതാ ബാനർജി എങ്ങനെയെങ്കിലും ഒതുക്കി ഈ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ. പക്ഷെ ഇവിടെ നിർഭാഗ്യകരമായ കാര്യം, അതിനോട് യോജിക്കുന്നവരാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരും CPMകാരും എന്നുള്ളതാണ്. BJPയോട് ചേർന്ന് നിൽക്കാൻ അവർക്കൊരു മടിയില്ല. കാരണം പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടലുകളെ എതിർക്കാൻ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കണം. ആ അർത്ഥത്തിൽ ബംഗാളിൽ ഒരു പ്രസിഡന്റ് ഭരണം, രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിനെ എതിർക്കപ്പെടേണ്ടതുണ്ട്. അത് വലിയ ഒരു കറുത്ത പാട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.